ദൈവമേ നിൻ തിരു സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു. കനിവായി നീ തന്ന മധുരവും കൈപ്പും കാണിക്കയായി നിന്നിലർപ്പിക്കുന്നു. കാണിക്കയായി നിന്നിലർപ്പിക്കുന്നു. ദൈവമേ നിൻ തിരു സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു. കനിവായി നീ തന്ന മധുരവും കൈപ്പും കാണിക്കയാൽ നിന്നിലർപ്പിക്കുന്നു. കാണിക്കയാൽ നിന്നിലർപ്പിക്കുന്നു. ഇതുവരെ ഞാൻ കണ്ട നിൻഹിതത്തെ പൂർണ്ണമായി നേടി ഞാൻ നീങ്ങിടുന്നു. ഇതുവരെ ഞാൻ കണ്ട നിൻഹിതത്തെ പൂർണ്ണമായി നേടി ഞാൻ നീങ്ങിടുന്നു. ഇനി ഏതു ലോകം എന്നെനിക്കറിയില്ല. നിന്നിലൊന്നായി ഒരു സ്നേഹമാകാം. ആ സ്നേഹപാതയിൽ ഒന്നുകൂടാ. ദൈവമേ നിൻ തിരു സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു. അലിവോടെ നീ തന്ന എൻ ജീവനെ നിൻ നാമകീർത്തിക്കായി മാറ്റിവെക്കാം. അലിവോടെ നീ തന്ന എൻ ജീവനെ നിൻ നാമകീർത്തിക്കായി മാറ്റിവെക്കാം. മാറാത്ത ലോകത്തിൽ ഏകയായി ഞാൻ നിൻ കരം ചേർന്നങ്ങു ജീവിച്ചിടാം. ആ ജീവൻ ശോഭയിൽ മാറ്റം നേടാം. ദൈവമേ നിൻ തിരു സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു. കനിവായി നീ തന്ന മധുരവും കൈപ്പും കാണിക്കയാൽ നിന്നിലർപ്പിക്കുന്നു. കാണിക്കയാൽ നിന്നിലർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വികാരിമാരായ കെ എബ്രാച്ചനും റെനി ഫിലിപ്പച്ചനും മുൻപോട്ട് വന്ന് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമി തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപതോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപനാളിയായ മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ഈ മണ്ണിലാക്കി അവന് മേൽ സകല നന്മകളും നൽകി നിലനിർത്തുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മ ഒരുക്കിക്കൊണ്ട് ഈ രാത്രിയിൽ ദാനമായി നൽകിയിരിക്കുന്ന കലാസന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെയൊക്കെ ഉള്ളിൽ നൽകിയിരിക്കുന്ന സർഗാത്മകതയ്ക്കായി, നീ ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി, മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കോട്ടയം ജെറുസലേം ഇടവകയുടെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു കലാസന്ധി ക്രമീകരിപ്പാൻ ദൈവം നൽകിയ ആലോചനയ്ക്കായി, അതിൻ്റെ പ്രാഥമിക ചിന്ത മുതൽ ഇന്ന് യാഥാർത്ഥ്യമാകുന്ന ഈ സന്ധ്യ വരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നീ ഞങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ചെറുതും വലുതുമായ താലന്തുകൾ, അത് ഈ ലോകത്തിൽ വ്യയം ചെയ്യുവാൻ, ദൈവനാമഹത്വത്തിനായി പ്രയോജനം ചെയ്യുവാൻ, അതിനായി അധ്വാനിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കലാസന്ധ്യയെ യാഥാർത്ഥ്യമാക്കുവാൻ അത്യധ്വാനം ചെയ്ത ധാരാളം ആളുകളുണ്ടല്ലോ. എല്ലാവരുടെയും അധ്വാനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ കലാസൃഷ്ടികളും ദൈവമേ ഏറ്റവും അനുഗ്രഹമായി അവതരിപ്പിക്കാൻ തക്കവണ്ണം എല്ലാ ആളുകളെയും, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ഒരുക്കിക്കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മകൾ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനും ഞങ്ങൾ ദൈവവുമായുള്ള അടുപ്പം വർദ്ധിക്കുന്നതിനും കാരണമായി തീരണം എന്നവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ തുടർന്നും കൂട്ടിയിരിക്കണം. ഞങ്ങളുടെ ഇടവയെ അനുഗ്രഹിക്കണം, അഭിവൃദ്ധിപ്പെടുത്തണം, നന്മകളാൽ നിറയ്ക്കണം. ഇന്ന് ഈ ശുശ്രൂഷ ആരംഭിച്ച് പൂർത്തിയാകുന്നവരെയും കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിനുള്ളിലും പരിസരത്തും വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹായുടെ നാമത്തിൽ തന്നെയും ആമേൻ.